കയ്യിൽ പെട്രോളുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് നൌഷാദ്. നൌഷാദിനെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. 14 ലക്ഷം തന്നില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് നൌഷാദ് പറയുന്നത്. 14 ലക്ഷം രൂപ എന്റെ അടുത്ത് നിന്ന് കത്തുകൊണ്ട് പോയി പോലീസിനെ അറിയിച്ചോ? ഞാൻ അറിയിക്കും. അവിടെ ഇരിക്കേ അല്ല എന്റെ അടുത്ത് പൈസ തീരുമാനിക്കട്ടെ. ഞാൻ പോകില്ല. കാരണം ഞാൻ പോലീസിനെ അറിയിച്ചതാണ്, ഞാൻ SP അറിയിച്ചതാണ്, മുഖ്യമന്ത്രിയുടെ PA അറിയിച്ചു, ഈ നാട്ടിലെ നിയമ സംവിധാനത്തിൽ മുഴുവൻ ഞാൻ അറിയിച്ചു. 14 ലക്ഷം രൂപ ഞാനിതാ വിശ്വസിച്ച് ഈ പാർട്ടിയെ വിശ്വസിച്ച് ഞാൻ കൊടുത്തത്. ഈ പാർട്ടി ഈ കൊടി നെഞ്ചോട് ചേർത്ത് ഞാൻ വിശ്വസിച്ച ആളാ. എന്നിട്ട് ഇതിന്റെ ഡയറക്ടർമാര് എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് കള്ളപ്പണം വിളിപ്പിച്ചു. ഈ ഇരിക്കുന്ന ആൾക്കൊക്കെ കൃത്യമായി. വയനാട്ടിൽ നിന്ന് റോബിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. റോബിൻ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? വിവരങ്ങൾ. ജയിലിൽ വരെ കടത്തിയ ആളുകളാണ്. നിമി, നൌഷാദ് ഇപ്പോഴും ബ്രഹ്മഗിരിയിലെ ആസ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ്. പെട്രോളും അതുപോലെ തന്നെ CPM-ന്റെ പാർട്ടി പതാകയും പോലീസ് പിടിച്ചു വാങ്ങി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യാ ഭീഷണിയുമായി ഇപ്പോഴും നൌഷാദ് ഇവിടെ ഇരിക്കുന്നു. കൂടുതൽ പോലീസ് കൂടി ഈ ഒരു ഘട്ടത്തിൽ എത്തുന്നുണ്ട്. എന്താ നൌഷാദ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നൌഷാദിന്റെ പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ ചേടാം. അദ്ദേഹം പറഞ്ഞത് പാർട്ടി നേതാക്കൾ, CPM നേതാക്കൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് തന്നോട് പണം വാങ്ങിയെടുത്തത്, 16 ലക്ഷം രൂപ. പക്ഷേ ആ പണം തിരികെ നൽകിയില്ല. മുഖ്യമന്ത്രിക്ക് അറിയാം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയാം, അദ്ദേഹത്തോടൊക്കെ പലതവണ പരാതി പറഞ്ഞു. പക്ഷേ നൌഷാദിനെ പോലുള്ള പല ആളുകളുടെ പരാതികൾ ഇപ്പോഴും ഇതിൽ സജീവമായി തന്നെ ഉണ്ട്. എന്തായാലും നൌഷാദ് ആ തീരുമാനത്തിൽ നിന്ന് പോയില്ല. എന്തായാലും ഇനി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി ജീവൻ ഒടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താ നൌഷാദ്, ഇപ്പോൾ പലതവണ എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം പരാതി കൊടുത്തിരുന്നു ഈ വിഷയത്തിലല്ലേ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ PA അങ്ങനെയുള്ള സകല ആളുകൾക്കും പരാതി കൊടുത്തു. ഇവർ കട്ടുകൊണ്ട് പോയതാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. പലതവണ അവരടുത്ത് പരാതി പറഞ്ഞതാണ്. ഇത് വയനാട് ജില്ലയിലെ ചില പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചെയ്തു വെച്ച തോന്നിവാസമാണ്. അത് ഇവിടെ പരിഹരിക്കാം എന്നല്ലാണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവര് എടുത്ത് കട്ടുകൊണ്ടുപോയ പൈസ ഇവർ തരട്ടെ, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണോ മേടിച്ചത്, കൽപ്പറ്റ AKG ഭവനിൽ വെച്ചിട്ടാണ് ഈ പൈസ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അവിടെ പോയിട്ട് ഇപ്പൊ പെട്രോൾ ഇവർ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇത് അവസാനിപ്പിക്കും. കാരണം പഞ്ചായത്ത് ഇലക്ഷന്റെ മുന്നേ ഈ പ്രശ്നം പരിഹരിച്ച് തരാമെന്ന് ഉറപ്പ് പറഞ്ഞാ 2 തവണ അവിടെ വെച്ച് ചർച്ച നടത്തി. ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു, ഒരു നടപടിയും ഇല്ല. പക്ഷേ അത് പാർട്ടി പ്രവർത്തകർ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. കൽപ്പറ്റ ടൗൺ ബ്രാഞ്ച് അംഗമായിരുന്ന സമയത്താണ് ഈ പൈസ ഇവര് അടിച്ചോണ്ട് പോയത്. പറ്റിക്കപ്പെട്ടത് മുഴുവൻ നാട്ടിലെ CPM-കാരും DYFI-കാരുമാണ്. നൌഷാദ് പറയുന്നത് ശരിയാണ്. കാരണം എല്ലാം പാർട്ടി പ്രവർത്തകരിൽ നിന്ന്, പാർട്ടി നേതാക്കളിൽ നിന്നാണ് CPM നേതാക്കൾ പണം പിരിച്ചെടുത്തത്. 130 കോടി ഉണ്ടായിരുന്നു. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ നിക്ഷേപിച്ചവർക്കൊന്നും ഈ കാര്യം അറിയില്ല. സഹകരണ സ്ഥാപനമാണെന്ന് കരുതിയാണ് എല്ലാവരും പണം ഇട്ടത്. പക്ഷേ സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള വെറും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി, അതും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഇതിലേക്ക് 130 കോടിയോളം രൂപ നിക്ഷേപം വാങ്ങിയെടുത്തു. അതെല്ലാം ക്രമവിരുദ്ധമായിരുന്നു. എന്നിട്ടൊടുവിൽ ഈ പണം ഒരു സുപ്രഭാതത്തിൽ ഈ ഫാക്ടറി തകർന്നു എന്ന് പറഞ്ഞ് CPM നേതാക്കൾ കൈ കഴുകുകയായിരുന്നു.